പാലക്കാട് ആനക്കരയിൽ അധ്യാപകനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മാപ്പ് സ്വീകരിച്ച് സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥിയെ ചേർത്ത് നിർത്തുമെന്നും കൗൺസിലിംഗ് നൽകുമെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ പറഞ്ഞു. വീഡിയോ ചിത്രീകരിച്ചത് അധ്യാപകരാണെന്നും പ്രചരിപ്പിച്ചതിൽ പങ്കില്ലെന്നും പ്രിൻസിപ്പാൾ വ്യക്തമാക്കി. അതേസമയം വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിന് അധ്യാപകനെ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ വിദ്യാർത്ഥിക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകില്ലെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിദ്യാർത്ഥിയുടെ അസാധാരണ പ്രകടനം കണ്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ രക്ഷിതാവിനെ അറിയിക്കാനായി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിക്കും തൃത്താല പോലീസിനുമാണ് നൽകിയത്. സ്കൂളിൽ നിന്ന് വീഡിയോ ചോർന്നിട്ടില്ലെന്നും പ്രിൻസിപ്പാൾ വിശദീകരിച്ചു. വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകി ചേർത്ത് നിർത്തുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്നോട് കുട്ടിക്കാർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകന് ഇത് ഇങ്ങനെ എന്താ കുട്ടി എന്നുള്ളത് അറിയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തത്. SLC ചെയർമാൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറയാം, ഈ വിവരങ്ങളൊക്കെ പറയാം, ഒരു തെളിവല്ല, അദ്ദേഹം കാണട്ടെ എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അതുകൊണ്ടാണ് SLC ചെയർമാനത് കൊടുത്തത്. അതോടൊപ്പം തൃത്താല പോലീസ് സ്റ്റേഷൻ രണ്ട് സ്ഥലത്തേക്ക് മാത്രമാണ് ഈ വീഡിയോ സ്കൂളിൽ നിന്ന് പോയി. അത് കറക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ വീഡിയോ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സംഭവത്തിൽ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരിശോധിച്ച് നടപടിയെടുക്കും. വീഡിയോ പ്രചരിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിലും വിമർശനമുയർന്നിരുന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.